ഓക്കെ, തിത്തവും തികിതവും നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ഏത് സൈഡിലെ വഞ്ചിപ്പാട്ട്? ഞാൻ നടുക്കിലേക്ക് നിൽക്കട്ടെ? നിങ്ങളെല്ലാ സുന്ദരിമാരായിട്ട് ഞാൻ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കണ്ടേ? ഇടയിലൊന്നും നോട്ടെ, കണ്ണു കിട്ടാതിരിക്കാൻ. ഓക്കെ, ഏത് രണ്ട് തരം വഞ്ചിപ്പാട്ട് പറ്റില്ലേ? ഓക്കെ, മൈക്കിൽ പറഞ്ഞോളൂ. കുട്ടനാടൻ വഞ്ചിപ്പാട്ടും ഉണ്ട്, ആറന്മുള വഞ്ചിപ്പാട്ടും. അതെ, നിങ്ങൾ അപ്പീലിലൂടെ വന്നതാന്ന് പറയുന്നത് കേട്ടോ. അപ്പീലിലൂടെ വന്നതാണ്. അതെ അല്ലേ? അപ്പം അപ്പീലിലൂടെ വന്ന ജില്ലയിൽ 1-ാം സ്ഥാനത്ത് എത്തി അല്ലേ? ഞങ്ങൾ വരുമ്പോഴെ പിടിക്കണം എന്നുള്ള ഇതിലാ വന്നത്. അതെ, അപ്പൊ എന്തായാലും ആ തീരുമാനം തെറ്റിയില്ല. അപ്പീലിലൂടെ വന്നു, നിങ്ങൾ ഫസ്റ്റ് അടിച്ച്. ഏത് സ്കൂളാണ്? GHSS പടിഞ്ഞാറത്തറ. അതെ, പറയുമ്പോ തന്നെ ഒരു അഭിമാനം അല്ലേ? പടിഞ്ഞാറത്തറ സ്കൂളാണ്. സ്കൂളിലെ ചുണക്കുട്ടികളാണ്. നമുക്ക് ഈ അറ്റത്തുനിന്ന് പേര് നിങ്ങൾക്ക് പാർവതി അല്ലേ? ആ, മേക്കപ്പ് ചെയ്താലും ഞാൻ കണ്ടുപിടിക്കൂ. പാർവതി ഇന്നലെ ഒരു ഐറ്റം കന്നഡ പ്രസംഗം. കന്നഡ പ്രസംഗം അല്ലേ? ഓക്കെ, പാർവതിയുടെ പേര് അറിയാം. അടുത്ത ആള് ഗൗരി നന്ദന. ഗൗരി നന്ദന. ആർദ്ര സുനിൽ. ആർദ്ര. ശ്രേയ വിജേഷ് ഉണ്ടായിരുന്നോ? ഏതോ ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ, ശ്രേയ വിജേഷ്. സന ഫാത്തിമ. സന ഫാത്തിമ. ഓക്കെ, അജന്യ എസി. ഗൗരി നന്ദ. ഓ, അവന്തിക ആർ. ഉത്തര കേസ്. ആതിര പ്രകാശ്. ഓക്കെ, ഒന്ന് രണ്ട് പേര് എനിക്ക് കണ്ടുപരിചയം. കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നോ? സ്റ്റേജിലേക്കില്ലായിരുന്നു. നമ്മള് ബത്തേരിന്ന് കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവും, ഒപ്പനക്ക് പോയിക്കണം. എന്റെ ഓർമ്മ എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? നിങ്ങൾ പറയുന്നില്ല കൊള്ളാം. ഓക്കെ, അപ്പോ എങ്ങനെയുണ്ട് നിങ്ങളെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ? ആരാ പറയാ ഉറക്കെ? ലീഡർ ഞങ്ങള് ഷിജു ടീച്ചർ. ഓക്കെ, ഞങ്ങളെ മ്യൂസിക്കിന്റെ വേദു സാർ. പിന്നെ ബാക്കി എല്ലാ ടീച്ചേഴ്സും. അല്ല, ടീച്ചർ ആലപ്പുഴയല്ല നന്നായിട്ട് അറിയുന്ന ടീച്ചറാണ്. പിന്നെ ഞങ്ങളെ ബാക്കി എല്ലാ ടീച്ചേഴ്സും അതിനായി നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാരും നന്നായി സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് നല്ല ശബ്ദമാണ് കേട്ടോ, നല്ല ബാസ് ഒക്കെ ഇങ്ങനെ പഞ്ച് ഉള്ള ഒരു സൗണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടായിരിക്കില്ലേ ലീഡറാക്കി വെച്ചിട്ട് വഞ്ചിപ്പാട്ടിന്റെ ഫസ്റ്റ് ആ നിൽക്കുന്ന ആളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ബാക്കിയുള്ളവരുടെ എനർജി ആണോ? എനിക്കറിയില്ല ഇതിനെപ്പറ്റി, എനിക്കത് കണ്ടപ്പോൾ തോന്നിയതാണ്. കുഴപ്പമില്ലല്ലോ. എൻ്റെ എങ്ങനെയുണ്ട്? അത് തന്നെയാണോ സംഭവം? ആളുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ എനർജിയാണ് നിങ്ങളുടെ എനർജി അല്ലേ? ഓക്കെ, അപ്പം പടിഞ്ഞാറത്തറ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളുണ്ടോ? കുറേ ആളുണ്ട്. കുറേ ആള് മത്സരിക്കാൻ വേറെ മത്സരങ്ങളുണ്ട് അല്ലേ? അപ്പൊ നല്ല കുറേ കലാകാരന്മാരും കലാകാരികളൊക്കെ ഉള്ള സ്കൂളാണ്. അതെ അല്ലേ? ഈ പടിഞ്ഞാറത്തറയില് ജില്ലാ കലോത്സവം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുള്ള സമയത്ത് തന്നെയാണോ പങ്കെടുത്തിട്ടുണ്ട്? അല്ല, ഞങ്ങളുള്ള സമയത്തല്ല. അല്ല, നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴായിരിക്കും അല്ലേ? 4-ലൊക്കെ പഠിക്കും. ഓക്കെ, നിങ്ങളിപ്പോ എത്രാം ക്ലാസ്സിലാ എല്ലാരും? ഞാൻ 10-ല്.
എല്ലാവരും 9, 10, 8ഉം അതെ 8, 9, 10 ഹൈസ്കൂൾ മുഴുവൻ വിഭാഗങ്ങളും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ 10ാം ക്ലാസ്സുകാരൊക്കെ അടുത്ത വർഷം എല്ലാവർക്കും മത്സരിക്കാം. 10ാം ക്ലാസ്സുകാർക്ക് 2 വർഷം കൂടെ മത്സരിക്കാം അല്ലേ? അപ്പോൾ ഇപ്രാവശ്യം അപ്പീലൂടെ വന്നിട്ട് സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഫസ്റ്റ് തന്നെ വരട്ടെ വയനാടിന് വേണ്ടിയിട്ട് അല്ലേ? ഉറപ്പായിട്ട് വാങ്ങൂലേ? അപ്പം ഈ കൂട്ടത്തിൽ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് നമ്മളിവിടെ ഒരു ചിരി മത്സരം നടത്തുന്ന അറിയോ? ചിരി മത്സരം നടത്തുന്നുണ്ട്. ഓരോ മണിക്കൂറിലും നമ്മൾ നന്നായിട്ട് ചിരിക്കുന്നത്, എല്ലാവരെയും ചിരി നല്ലതാട്ടോ, നല്ല സുന്ദരികളാണ്, പക്ഷെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ചിരി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചിരി നമ്മൾ പകർത്തിയിട്ടുണ്ട്. ആ ഒരു വിന്നർക്ക് ഇവിടെ വെച്ച് പ്രൈസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതാ ഈ സ്ക്രീനിൽ വരും. ഏത് സുന്ദരിയാണ് ആ ചിരി ചിരിച്ചത് നോക്കാം. ഇപ്പൊ നന്നായിട്ട് ചിരിക്കണ്ടല്ലേ? അതെ, അതും ടീം ലീഡറും ഉണ്ടോ ഇല്ലേ? അപ്പൊ എനർജിയുള്ള ചിരിയും കൂടിയാണ്, ശബ്ദം മാത്രമല്ല. ഓക്കെ. അപ്പോ ആരോ ഷാജേട്ടാണോ സമ്മാനം കൊടുക്കുന്നത്? ഞാൻ തന്നെയാണല്ലേ? ഓക്കെ. ഒന്ന് ചിരിക്കോ? ശബ്ദം വരണം. ആ കൊള്ളാം. നല്ല ചിരിയാണ് കേട്ടോ. അപ്പൊ ഞാൻ സമ്മാനം കൊടുക്കുകയാണേ. ഓക്കെ. അപ്പോൾ പടിഞ്ഞാറത്തടയിലെ ചുണക്കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. മലനാടിന്റെ സ്റ്റുഡിയോയിൽ എസ് ഭാരത് നടനോത്സവത്തിന്റെ കാഴ്ചകൾ